ഇനി നമുക്ക് ഈ കൊച്ചുമിടുക്കിയുടെ പ്രഭാഷണം ശ്രദ്ധിക്കാം. ധ്രുവചരിതമാണ് പറയാൻ പോകുന്നതെന്നാണ് സരസ്വതി പറഞ്ഞത്. കുട്ടികൾക്ക് പറ്റിയ ഒരു വിഷയം തന്നെ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മാന്യ സദസ്സിന് വന്ദനം. ചെന്നൻ കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാർത്ഥസാരഥി ബാലഗോകുലത്തിന്റെ വാർഷികവും വിഷു ഗ്രാമോത്സവവും നടക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ സമാരാധ്യരായ ഗുരുജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ വിശിഷ്ട സദസ്സിനു മുൻപാകെ സംസാരിക്കുവാൻ ഭഗവത് നിയോഗത്താൽ എനിക്ക് ഭാഗ്യമുണ്ടായിരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പന്റെയും ശ്രീ മഹാദേവന്റെയും പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇതിനവസരമുണ്ടാക്കി തന്ന ഏവരെയും നന്ദിപൂർവം സ്മരിച്ചുകൊണ്ടും പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. മലയാളം സംസാരിക്കുന്നവരെ നാം എന്തു പറയും? മലയാളികൾ എന്ന്. തമിഴ് സംസാരിക്കുന്നവരെയോ തമിഴർ എന്നും. അപ്പോൾ ആരാണ് ഭാരതീയർ? അവർ സംസാരിക്കേണ്ടത് ഏത് ഭാഷയാണ്? സംസ്കൃതം എല്ലാ ഭാഷകളുടെയും ജനനിയാണ്. അതിനാൽ സംസ്കൃതം പഠിക്കൂ, പ്രചരിപ്പിക്കൂ, സംസാരിക്കൂ. ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോകദുഃഖ വിനാശനം എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുന്നുണ്ട്. ഭാഗവത ശ്രവണം കൊണ്ട് ഭഗവാനെ ചിത്തത്തിൽ പ്രതിഷ്ഠിച്ചാൽ ആനന്ദസ്വരൂപിയായ ഭഗവാൻ അവരുടെ മനസ്സിലിരുന്ന് അവരെ ആനന്ദിപ്പിക്കുന്നു. അപ്പോൾ ശോകവും ദുഃഖവും ഒന്നും ആ ഭക്തനെ ബാധിക്കുകയില്ല. ശ്രീഹരിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പരമാനന്ദം അനുഭവിച്ച അനേകം പുണ്യാത്മാക്കളുടെ കഥകൾ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ഹൃദയത്തിലേറ്റ മുറിവിനെ ഉത്തമയായ ഒരമ്മയുടെയും സദ്ഗുരുവിന്റെയും മാർഗനിർദ്ദേശത്തോടെ ഭഗവാനിലേക്ക് അടുക്കുവാനും ഇതുവരെ മറ്റാർക്കും ലഭിക്കാത്തതുമായ പരമസ്ഥാനത്ത് എത്തുവാനുമുള്ള അവസരമാക്കി മാറ്റിയ ധ്രുവൻ എന്ന 5 വയസ്സുകാരനായ ബാലൻ നമുക്ക് പകർന്നു തരുന്നത് അമൂല്യങ്ങളായ സന്ദേശങ്ങളാണ്. ത്രിജഗതി സജ്ജന സംഗതിരേക ഭവതി ഭവാർണവ തരണേ നൗക എന്ന് ശങ്കരാചാര്യ സ്വാമികൾ സജ്ജന സംസർഗത്തിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നു. സംസാരസാഗരം തരണം ചെയ്യുന്നതിന് സത്സംഗം നൗകയായും ഭഗവാനെ തോണിക്കാരനായും നമുക്ക് കിട്ടുമ്പോൾ പരമാനന്ദത്തോടെ അത് തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവാനെ കൂടുതൽ സ്മരിക്കുകയും ഭഗവാനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നത് മനുഷ്യ സഹജമാണ്. സ്വന്തം പിതാവിന്റെ ലാളന കിട്ടാതെ വന്ന ധ്രുവകുമാരൻ സർവവും ത്യജിച്ച് വനത്തിൽ പോയി ഭഗവാനെ ഭജിച്ച് സർവോത്കൃഷ്ടമായ പദം നേടിയ കഥയാണ് ധ്രുവചരിതം. ദൃഢമായ ഭക്തിയിലൂടെ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനമായ പദവിയിലെത്തിയ കഥയാണിത്. സ്വായംഭൂ മനുവിന്റെ
രണ്ടാമത്തെ പുത്രനായ ഉത്താനപാദന് സുനീതി, സുരുചി എന്നീ 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. സുനീതിയുടെ പുത്രൻ ധ്രുവനും സുരുചിയുടെ പുത്രൻ ഉത്തമനും. രാജാവിന് സുരുചിയോട് അധികം പ്രിയമായിരുന്നു. ഒരു ദിവസം രാജാവ് ഉത്തമനെ മടിയിലിരുത്തി ലാളിച്ചുകൊണ്ടിരുന്നപ്പോൾ ധ്രുവനും അവിടെ വന്നു. തനിക്കും അച്ഛന്റെ മടിയിലിരിക്കണമെന്ന് ആഗ്രഹിച്ച് അടുത്തു ചെന്നപ്പോൾ സുരുചിയുടെ അനിഷ്ടത്തെ ഭയന്ന് രാജാവ് ധ്രുവനെ അനുവദിച്ചില്ല. തന്റെ പിതാവിന്റെ മടിയിൽ കയറാൻ വന്ന ധ്രുവകുമാരനെ തടഞ്ഞു നിർത്തി സുരുചി ഗർവത്തോടെ പറഞ്ഞു, നിനക്ക് രാജാവിന്റെ മടിയിൽ കയറാൻ അവകാശമില്ല. എന്റെ വയറ്റിൽ പിറന്നവർക്ക് മാത്രമേ രാജാവിന്റെ മടിയിലും സിംഹാസനത്തിലും ഇരിക്കാൻ അധികാരമുള്ളൂ. നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ശ്രീഹരിയെ തപസ് ചെയ്ത് അനുഗ്രഹം നേടി എന്റെ മകനായി ജനിക്കണം. സുരുചിയുടെ വാക്കുകൾ കുമാരനെ കഠിനമായി വേദനിപ്പിച്ചു. കരഞ്ഞുകൊണ്ട് അടുത്തെത്തിയ മകനോട് സുനീതി എന്ന ഉത്തമയായ മാതാവ് പറയുന്ന വാക്കുകൾ നാം ഏവരും ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ്. മാമംഗളം താത പരേഷു മംസ്ഥ ഭുങ്ക്തേ ജനോയത് പരദുഃഖ തത്സത്. നമ്മെ ആരെങ്കിലും വേദനിപ്പിച്ചാലും അവരിൽ ദോഷം ആരോപിക്കരുത്. നമ്മുടെ ദുഃഖങ്ങൾക്കു കാരണം നമ്മുടെ പൂർവകർമ്മങ്ങളാണ്. അന്യരെ ദുഃഖിപ്പിക്കുന്നവർ തന്നെ അതിന്റെ ഫലം അനുഭവിച്ചുകൊള്ളും. നിന്റെ ദുഃഖം ശമിപ്പിക്കാൻ സർവേശ്വരനായ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. സുഹൃതയായ ധ്രുവന് പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. ദൃഢചിത്തനായി രാജധാനിയിൽ നിന്നിറങ്ങി തിരിച്ചു. മാർഗമധ്യേ ശ്രീ നാരദ മഹർഷിയെ കണ്ടുമുട്ടി. ധ്രുവന്റെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കിയ മഹർഷി ഭഗവാൻ വാസുദേവന്റെ മനോഹര രൂപം ധ്രുവന്റെ ഹൃദയത്തിൽ വരച്ചുകൊടുത്തു. ധ്യാനിക്കേണ്ട വിധവും വർണ്ണിച്ചു കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ശ്രേഷ്ഠമായ വൈഷ്ണവ ദ്വാദശാക്ഷര മന്ത്രം ഉപദേശിച്ചനുഗ്രഹിച്ചു. ഗുരുപദേശ പ്രകാരം ധ്രുവൻ മധുവനത്തിലെത്തി ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. ആദ്യത്തെ മാസത്തിൽ 3 ദിവസത്തിലൊരിക്കൽ കായ്കനികൾ ഭക്ഷിച്ചും 2ാം മാസത്തിൽ 6 ദിവസത്തിലൊരിക്കൽ ഉണക്കയിലകൾ ഭക്ഷിച്ചും 3ാം മാസത്തിൽ 9 ദിവസത്തിലൊരിക്കൽ ജലം മാത്രം പാനം ചെയ്തും 4ാം മാസത്തിൽ 12 ദിവസത്തിലൊരിക്കൽ വായു മാത്രം ഉൾക്കൊണ്ടും തീവ്രമായി ഭജിച്ചു. 5ാം മാസത്തിൽ നിരാഹാരനായി ജിതശ്വാസനായി ഒറ്റക്കാലിൽ നിശ്ചല സമാധിസ്ഥനായി ഭജിച്ചു. ഭഗവത് സ്വരൂപമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ധ്രുവന്റെ കഠിന തപസ്സു കാരണം സകല ജീവരാശികൾക്കും പ്രാണൻ തടയപ്പെട്ടു. ദേവകൾ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു. ഭക്തനെ കാണാനുള്ള ബദ്ധപ്പാടോടുകൂടി ഭക്തപരാധീനനായ ഭഗവാൻ ധ്രുവന്റെ മുൻപിൽ എഴുന്നള്ളി. ആനന്ദ സംഭ്രമത്തോടെ നിൽക്കുന്ന ഭക്തന്റെ പാരവശ്യം കണ്ട് ഭഗവാൻ വേദസ്വരൂപമായ തന്റെ ശംഖുകൊണ്ട് ധ്രുവന്റെ കവിൾത്തടത്തിൽ സ്പർശിച്ചു. അതോടെ ധ്രുവന്റെ അജ്ഞാനമെല്ലാം മാറി 12 ശ്ലോകങ്ങളിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അതിൽ സത്സംഗത്തിന് വേണ്ടിയുള്ള ധ്രുവന്റെ പ്രാർത്ഥന വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഭക്തി മുഹു പ്രവഹതാം ത്വയി മേ പ്രസംഗോ ഭൂയാതനന്ദമഹതാം അമലാശയാനാം യേനാഞ്ച സ്വൽഗണമുരു വ്യസനം ഭവാബ്ധിം നിശ്രേ ഭവദ്ഗുണകഥാമൃതപാനമത്ത. അവിടുത്തെ ഭക്തന്മാരുടെ മുഖാരവിന്ദങ്ങളിൽ നിന്നൊഴുകുന്ന ഹരികഥാമൃതം പാനം ചെയ്ത് മത്തനായി പലവിധ വ്യസനങ്ങളുടെയും ഉത്പത്തിസ്ഥാനവും ഭയങ്കരവുമായ ഭവാർണവത്തെ എനിക്ക് തരണം ചെയ്യുമാറാകണം. ഇപ്രകാരം പ്രാർത്ഥിച്ച തന്റെ പ്രിയ ഭക്തനിൽ സംപ്രീതനായി ഭഗവാൻ
ഇതുവരെ മറ്റാർക്കും ലഭിക്കാത്തതും സകല ഗ്രഹനക്ഷത്രാദികളും നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്യുന്നതുമായ പരമസ്ഥാനത്തെ അനുഗ്രഹിച്ചു നൽകുന്നു. സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. 36,000 സംവത്സരം ധർമ്മം തെറ്റാതെ രാജ്യപാലനം ചെയ്ത് ഒടുവിൽ എന്റെ പദം പ്രാപിക്കും എന്നരുൾ ചെയ്ത് ഭഗവാൻ പറഞ്ഞു. ആ പരമപദം ധ്രുവന്റേത് മാത്രമായിരുന്നു. ശ്രീഹരിയെ പ്രിയബന്ധുവായി സ്വീകരിച്ചവർക്ക് മാത്രമുള്ളതാണ് ആ സ്ഥാനം. ഭഗവാൻ പ്രസാദിച്ചാൽ ഒരു ഭക്തന് എന്താണ് അസാധ്യമായതും അലഭ്യമായതും എന്നാണ് ധ്രുവചരിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദൃഢനിശ്ചയത്തോടെ 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവകുമാരൻ സർവവും ത്യജിച്ച് ഭഗവത് പ്രീതി കൊണ്ട് എന്തും നേടാൻ കഴിയുമെന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള വിഷമഘട്ടങ്ങളിൽ ആർത്തബന്ധുവായ ഭഗവാനെ ആശ്രയിച്ച അനേകം മഹാത്മാക്കളെ ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ നമ്മെ രക്ഷിക്കും, ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം സംസാര സാഗരം തരണം ചെയ്യുന്നതിന് പ്രചോദനം നൽകുന്നു. അങ്ങനെ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്നേക്കുമായി നമ്മെ വിട്ടകന്ന് ശാശ്വതാനന്ദം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഇതായിരിക്കണം മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും. ധ്രുവചരിത ശ്രവണം സർവാഭീഷ്ട സാധകമാകുന്നു. ഏകാന്ത ഭക്തന്മാരായ സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് ഭഗവാനെ ഭജിക്കുവാനും ഭഗവത് പ്രാപ്തി ഉണ്ടാകുവാനും ശ്രീ ഗുരുവായൂരപ്പൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആനന്ദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു. പിഴയാകിലും പിഴകേടാകിലും തിരുവുള്ളമരുൾക ഭഗവാനേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.